യുഎസിൽ നിന്നും സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററായ അബ്ബാസ് അറാഖ്ചി ഇപ്പോൾ ഇസ്ലാമാബാദിലുണ്ട്. നേരിട്ട് ഉള്ള ഒരു ചർച്ച നടക്കില്ല. അതായത് യുഎസും ഇറാനും തമ്മിൽ നേരിട്ടുള്ള യാതൊരു ചർച്ചകളും നടക്കില്ല. പകരം പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന തരത്തിലായിരിക്കും ചർച്ചകൾ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് പാകിസ്ഥാൻ വഴിയായിരിക്കും മെസ്സേജസ് പാസ് ചെയ്യുന്നത്. യുഎസ് ഇറാൻ സംഘർഷം 57-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇറാനിൽ മൈൻ ലേയിങ് ബോട്ട്സിനെ കണ്ടാൽ ഉടൻ തന്നെ ഷൂട്ട് ചെയ്യാനാണ് പ്രസിഡന്റ് ട്രംപ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, മൂന്നാമത് ഒരു യുഎസ് എയർക്രാഫ്റ്റ് കാരിയർ അഥവാ വിമാനവാഹിനി കപ്പൽ ഈ ഒരു റീജിയനിലേക്ക് എത്തിയിരിക്കുകയാണ്. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഇന്നലെ ഗാസയിൽ ഇസ്രയേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് 13 പേർ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. CBP-1 ആപ്പ് വഴി യുഎസിൽ പ്രവേശിക്കുകയും അതുവഴി സിറ്റിസൺഷിപ്പിന് ശ്രമിക്കുകയും ചെയ്ത വ്യക്തികളുടെ നിയമപരമായ പദവി അവസാനിപ്പിക്കാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പദ്ധതിയിടുന്നു. ഇത് ഇമിഗ്രേഷൻ നിർവഹണത്തിൽ ഗണ്യമായ മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. യുദ്ധം കാരണം അടച്ചിട്ടിരുന്ന കുവൈറ്റിന്റെ എയർ സ്പേസ് വീണ്ടും തുറന്നിരിക്കുന്നു. കുവൈറ്റ് എയർവേസ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി രാഘവ് ഛദ്ദയും മറ്റ് 6 രാജ്യസഭാ എംപിമാരും പാർട്ടി വിട്ട് BJPയിൽ ചേർന്നു. ഈ ഒരു നീക്കത്തെ ആം ആദ്മി പാർട്ടിക്കകത്ത് ഓപ്പറേഷൻ ലോട്ടസ് എന്നാണ് വിളിക്കുന്നത്. രാഘവ് ഛദ്ദ നടത്തിയ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി ഒരു അഴിമതി വിരുദ്ധ പാർട്ടി എന്ന നിലയിലാണ് അതിനകത്ത് പ്രവർത്തിച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ഈ ഒരു പാർട്ടി അഴിമതി ചെയ്യുന്നവരുടെ കൈകളിലാണെന്നും പറയുന്നു. ഇത് കാരണമാണ് അദ്ദേഹം BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം തൻ്റെ ജോലി വിട്ട് അദ്ദേഹവും തൻ്റെ കൂടെയുള്ളവരും തങ്ങളുടെ നല്ല ജോലി വിട്ട് ഒരു അഴിമതി വിരുദ്ധ രാജ്യം സ്വപ്നം കണ്ടാണ് ഈ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചതെന്നും ഈ പാർട്ടി അത്തരത്തിൽ ആണ് ഈ പാർട്ടി ആരംഭിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്ന മൂല്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ അത് അവരാരും ആ പാർട്ടിയിലുള്ളവർ അത് പാലിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം BJPയിൽ ചേരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 73 പ്രതിപക്ഷ എംപിമാർ പുതിയ നോട്ടീസ് സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം പക്ഷപാതം കാണിക്കുന്ന ആളാണെന്നും നടപടികൾ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിത്വമാണെന്നും ആരോപിച്ചാണ് 73 എംപിമാർ ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 73 പ്രതിപക്ഷ എംപിമാർ പുതിയ നോട്ടീസ് സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം പക്ഷപാതം കാണിക്കുന്ന ആളാണെന്നും നടപടികൾ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിത്വമാണെന്നും ആരോപിച്ചാണ് 73 എംപിമാർ ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്.